We welcome you all to this wonderful day. You are all part of the skills. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിപ്പെട്ട്. ഞാൻ പോലും പറയാറുണ്ട് പലപ്പോഴും 3 കൊല്ലം മുന്നേ പഠിച്ച ടെക്നോളജി അല്ല ഇപ്പോൾ പഠിക്കുമ്പം. ഞാനിപ്പോഴും റീസെൻ്റ്ലി ഐ എം ഡൂയിങ് എ കോഴ്സ്, ഒരു ഡിജിറ്റൽ ടെക്നോളജി കോഴ്സ് ചെയ്യുന്ന ഗൂഗിളിൻ്റെ. ആൻഡ് ഐ ഗെറ്റ് വണ്ടർ സ്ട്രക്ക്. അത്ഭുതമാണ്. കാരണം എന്താ വെച്ചാൽ അന്ന് പഠിച്ചതുമായിട്ട് ഒരു ബന്ധവുമില്ല. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. You have to daily polish and update yourself. അപ്പം I am very happy that you are the selected bunch. നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങളുടെ അപ്ഡേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ്. Once again I welcome each one of you to this wonderful morning. Let me say a few words about the technology. In the modern era, technology is developing day by day. The demand for technology experts is in a peak level. ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാലും when I travel, some way or the other, നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ടെക്നോളജിയായി കണക്റ്റഡ് ആണ്. അത് ചെറുതായിട്ടും വലുതായിട്ടും. ബി ഇറ്റ് മാർക്കറ്റിംഗ്. പണ്ടൊന്നും മാർക്കറ്റിങ്ങിൽ നമ്മൾ പറയുന്നത് ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇന്ന് സോഷ്യൽ മീഡിയൻ്റെ അറൈവലോട് കൂടി ദ ഹോൾ സിനാരിയോ ഹാസ് ചേഞ്ച്. വി ടോക്ക് അബൌട്ട് മെട്രിക്സ്, വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ the things have changed. ഗ്ലോബൽ സിസ്റ്റമേ ചേഞ്ച് ആയി കഴിഞ്ഞു. പിന്നെ 2 years കൊറോണ വന്ന് മാറിയതോടുകൂടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ അങ്ങനത്തെ ഗൂഗിൾ മീറ്റോ അറിയാത്ത ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് കാലം മാറി. തുടങ്ങല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ചിരിയോ ഒരു സന്തോഷമൊന്നും ഇത് കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തിയ മാതിരിയാണ്. ഞാൻ 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഞാൻ 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഞാൻ 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഞാൻ 4 എന്ന് പറഞ്ഞാൽ 5 അല്ല, 0 ആണ്. ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ 1 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം കൈയടിക്കുക. 2 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കൈയടിക്കുക. 3 എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം കൈയടിക്കുക. 5 എന്ന് പറഞ്ഞാൽ കൈയടിക്കണ്ട. 1-ന് 2, 2-ന് 3, 3-ന് 4, 4-ന് കൈയടിക്കണ്ട. 4 എന്ന് പറഞ്ഞാൽ കൈയടിക്കണ്ട. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? റെഡി അല്ലേ? നോക്കല്ലേ? 1. ഇത് എന്തോ കഷ്ടപ്പെട്ട് കൈയടിക്കുന്ന മാതിരിയാ. ഈ കൈയടി ഒരൊറ്റ കൂട്ടമായിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരു ടീമാണ്. ഒറ്റ ടീം എങ്ങനെ കളിക്കുന്നോ അങ്ങനെ കളിക്കേണ്ട, അല്ലെ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോഡ്ലെസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഒന്നും കൂടി പറയണേ. ഞാൻ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2. നോക്കല്ലേ? 1 റെഡി, 2, 3. അപ്പോൾ മോശമില്ല. ഓക്കെ, എന്താ പറയുക, അവിടെ നിന്നിട്ട് എനിക്കൊരു സുഖം കിട്ടുന്നില്ല. ഇറ്റ് ഈസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ദ റൈറ്റ് സൈഡ്. ഇടത് ഭാഗവും വലത് ഭാഗവും തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്ത മാതിരി ചെയ്താൽ മതി. ഞാൻ ആദ്യം റൈറ്റ് സൈഡ് വെച്ചിട്ട് തുടങ്ങുകയാണ്. അതായത് ആണുങ്ങളെ സൈഡ്, ഇപ്പോൾ അധികം ആണുങ്ങൾ ഇവിടെയാണ്, അതുകൊണ്ട് ഈ സൈഡ് വെച്ച് തുടങ്ങുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും കൈയടിക്കണം. നിങ്ങൾ കൈയടിക്കണ്ട, നിങ്ങൾ കേട്ടാൽ മതി. റെഡിയല്ലേ? പ്ലേ ആസ് ഇഫ് യു വാണ്ട് ടു വിൻ ദ ഗെയിം. കളി ജയിക്കാൻ വേണ്ടി കളിച്ചാൽ മതി. മറ്റേ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കണ്ട. മാനേജ്മെൻറ്റിൽ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ എന്ന് മറ്റേ ടീമിൻ്റെ തോൽപ്പിക്കാനായിട്ട് കളിക്കുന്നോ നിങ്ങളെ ശ്രദ്ധ അതിലേക്കായി പോകും. നിങ്ങൾ സ്വന്തം ജയിക്കാൻ വേണ്ടി കളിച്ചാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ വിൻ. ക്ലിയർ അല്ലേ? സോ ദേ വിൽ ഡു. അവർ ചെയ്തോളൂ. ആദ്യം 1. ഇനി ഒരു പ്രശ്നം പറയാൻ മറന്നുപോയി. ഈ 1 എന്ന് പറഞ്ഞാൽ അടിക്കുന്ന 2ഉം ഒരുമിച്ചാണ്. ആദ്യത്തെ ആൾ 2 അടിച്ച് പിന്നത്തെ ആൾ പിന്നെ അടിച്ച് ആ അടിയില്ല, ഒരൊറ്റ അടി. ക്ലിയർ അല്ലേ? രണ്ടാമത്, ഈ അടിക്കുന്ന ആൾക്കാർ തെറ്റും. ചിലപ്പോൾ തെറ്റിപ്പോവും, സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ. അപ്പോൾ തെറ്റുമ്പം ശരിക്കും എനിക്ക് മനസ്സിലാവില്ല ആരാ തെറ്റിച്ചെന്ന്. കാരണം കുറേ കൂട്ടത്തിൽ കുറേ ആൾക്കാരുടെ നിന്ന് ആരാ തെറ്റിച്ചാൽ മനസ്സിലാവും. പക്ഷേ മനസ്സിലാവും. എങ്ങനെ അറിയും? തെറ്റിച്ച ആൾ ദയനീയമായിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാനല്ല കേട്ടോ എന്ന് പറയും, മുഖം കൊണ്ട്. എപ്പോഴും ഓർമ്മിച്ചോളാം, നിങ്ങളാണ് തെറ്റിച്ചെങ്കിൽ, തെറ്റിച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കിയാൽ കംപ്ലീറ്റ് അയാളെ തലയിലായിക്കോളും. അപ്പോൾ എല്ലാം സ്വന്തം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. റെഡിയല്ലേ? ഓക്കെ, 1, 2, 3. അവിടെ ഞെട്ടിയിരിക്കുക, ഇതെങ്ങനെ എത്ര ശരിയായി എന്നുള്ളത് അതുണ്ടാവും. 3, 2, 2, 1, 1, 1, 1,
4. ആ എന്താ സന്തോഷമല്ലോ, തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റെഡി ആയല്ലോ. അതങ്ങനെയാണ്. നോക്കല്ലേ, റെഡിയല്ലേ? അറിയിപ്പിക്കുവോ? അടിക്കണേ. റെഡി? 4. അത്രയേ ഉള്ളൂ. ശ്രദ്ധേൻ്റെ കാര്യത്തിൽ ഏകദേശം മനസ്സിലായി. 4 ഞാൻ പറയില്ല, പോരെ, മര്യാദ അടിച്ചാൽ മതി. 1 2 2 3 3 1 3 2. ഇത്ര പെർഫെക്റ്റ് ആയി പോയോ? അടിപൊളി, നന്നായി ചെയ്തിട്ടോ. സാധാരണ അധികം ആളുണ്ടെങ്കിൽ കൺഫ്യൂഷൻ അധികമായിരിക്കും. പക്ഷേ ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ലേഡീസ് ടീം ഇത്ര നന്നായി ചെയ്തത് ഇന്നാണ്, ഒരു സംശയമില്ല. അതെനിക്കത് അത്ഭുതമായി. സാധാരണ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വരും മതി, പക്ഷെ ഉണ്ടായില്ല. എനിവേ